ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ എപ്പോഴും കളയുന്ന ഒരു സാധനമാണ് മുട്ടത്തോട്. അതിനി കളയില്ലത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം നമുക്ക് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്രയധികം നല്ലൊരു ടൂത്ത് പേസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കൂടാതെ കുറച്ച് ടിപ്സുകളെല്ലാം ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം. അതിനായിട്ട് മിനറൽ വാട്ടറിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ ബോട്ടിലല്ല കേട്ടോ, ചെറിയതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തത് നമുക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ 2 ഷേപ്പിലാണ് ഈ ബോട്ടിലിൻ്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇതുപോലത്തെ ഈ ഒരു ഭാഗത്തുള്ളതാണ് തനിയെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലിടുന്ന വളയുടെ അതേ ഒരു അളവിലുള്ള ബോട്ടിലാണ് എടുക്കേണ്ടത് കേട്ടോ. അതിന് മസ്റ്റായിട്ട് നമ്മൾ ഒരുപാട് വലിയ ബോട്ടിലെടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതിനനുസരിച്ച് അളവിനുള്ളത് ബോട്ടിലെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തുള്ള പീസ് ചെറിയൊരു കർവ് ഷേപ്പിലോട് കൂടിയിട്ടുള്ളതാണ്. ഈ ബോട്ടിൽ തന്നെ ഫുള്ള് റിങ് പോലെയുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു വുള്ളൻ ത്രെഡാണ് ഇപ്പോൾ എടുത്തിരുന്നത്. സിൽക്ക് ത്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഫെവിക്കോൾ ഒരല്പം അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ത്രെഡ് മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിൻ്റെ ഈ ഒരു പീസിൽ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ത്രെഡ് എടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമ്മളുടെ ബാംഗിൾസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഗ്ലൂ കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കളർ സെൻസിനനുസരിച്ചൊക്കെ നിങ്ങൾക്കിത് മാറ്റി എടുക്കാവുന്നതാണ്. ഞാൻ ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഒട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ ഒക്കെ വെച്ച് ഇതുപോലെ ഒട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതുപോലെ ബാംഗിൾസ് തയ്യാറാക്കാവുന്നതാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എന്നിട്ട് നേരെ സ്റ്റവിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഞാനത് സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ ടിക്കേഷൻ ഇറങ്ങുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ചെടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് അതിൻ്റെ ചായപ്പൊടിയുടെ ആ ഒരു ചണ്ടിയെല്ലാം ഒഴിവാക്കിയിട്ട് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇനി ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അളവിൽ നമുക്ക് ചേർത്താം. ഞാൻ 1 ഗ്ലാസ് അളവിലാണ് ഇപ്പോൾ ചായപ്പൊടി എടുത്തിട്ടുള്ളത്. ചായപ്പൊടിയല്ല, ചായ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളിയുടെ ആഭരണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളിയൊക്കെ കറുപ്പ കളറായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളിയുടെ ആഭരണങ്ങൾ മാത്രമല്ല, നമുക്ക് സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങളും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളി ഇട്ടതുകൊണ്ട് പിന്നെ ഗോൾഡിൻ്റെ ഇത് ഇടാത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ചായയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ലെമണോ അല്ലെങ്കിൽ വിനീഗറോ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ആ ചൂട് തട്ടുന്ന സമയത്ത് നല്ലതുപോലെ പതഞ്ഞു വരും. അപ്പോൾ അതിലുള്ള ആ കറുപ്പ് കളറൊക്കെ റിമൂവ് ആവാനായിട്ട് ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. 2 മിനിറ്റ് അളവിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് ഒന്ന് ആ ചൂടോടെ തന്നെ നമുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലുള്ള കളർ ചേഞ്ച് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. ആ സിൽവറിൻ്റെ കളറിൽ ആ ബ്ലാക്കായിട്ട് നിന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് നല്ല ക്ലിയറായിട്ട് സിൽവറിൻ്റെ കളറിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ആ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കൈ വെച്ച് നമ്മൾ ഇത് ആക്കുന്ന സമയത്ത് തന്നെ, കൈ വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ടും നല്ലതുപോലെ കളർ വന്നിട്ടുണ്ട്. ഇനി എന്നാലും നമുക്ക് അതിലെ ബേക്കിംഗ് സോഡേൻ്റെ അംശങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ പോയെന്ന് വരില്ല. എന്നാലും ഒന്നുകൂടി ക്ലീൻ ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ അഴുക്കും പൂർണ്ണമായിട്ടും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ സിൽവർ പോളിഷ് ചെയ്തെടുത്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡും ഇതേപോലെ പോളിഷ് ചെയ്തെടുക്കാവുന്ന കേട്ടോ. നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ കുട്ടികളുടെ ദിവസേന കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലുകൾ ക്ലീൻ ചെയ്യാറുണ്ട് ദിവസവും. എന്നാലും നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള കട്ടൻ ചായയുടെ ബാക്കിയാണ്. ഇനി ആ ഒരു കട്ടൻ ചായയിലേക്ക് ഇനി നമ്മൾ ആദ്യം ചേർത്തി കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്.
ചായ ചൂട് വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിലെടുത്തിട്ടുണ്ട്. നമ്മൾ ദിവസം ബോട്ടിൽ കഴുകിയാലും തന്നെ ചില സമയത്ത് അതിൽ സ്മെല്ല് വരാനും അതേപോലെ തന്നെ അതിൽ അഴുക്ക് പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടി നിൽക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഷേക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് കളയുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. 2 പ്രാവശ്യം കൂടി നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിന് ക്ലീൻ ആവുന്നതാണ്. ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യൂ. നമ്മൾ എപ്പോഴും ഒഴിവാക്കാറുള്ള കാൽഷ്യത്തിൻ്റെ കലവറയായ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ആദ്യം എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ചേർത്തുന്നത് കുരുമുളകിൻ്റെ അതേ ഇതിൽ തന്നെ ഗ്രാമ്പൂവിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് ഏലക്കായ ചേർത്തുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കല്ലുപ്പ്, പിന്നെ കല്ലുപ്പും നിർബന്ധമായിട്ട് വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കല്ലുപ്പ് എടുത്ത അത്ര തന്നെ വേണ്ട പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര എടുക്കുന്നുണ്ട്, അതും ഒരു 3/4 ടീസ്പൂൺ അളവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തുന്നത് പച്ചക്കൽപ്പൂരാണ്. പച്ചക്കൽപ്പൂരം ഇല്ലെങ്കിൽ സാധാരണ കർപ്പൂരം എടുത്താലും മതി. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പഞ്ചസാര ചേർത്തിയതുകൊണ്ട് ഒരു അല്പം മധുരം ഉണ്ടാവും. പിന്നെ അതൊരു പ്രിസർവേറ്റീവായിട്ട് നമുക്കിത് ഈ ഒരു ടൂത്ത് പേസ്റ്റിന് വർക്കാവുകയും ചെയ്യും. ഒരുപാട് ദിവസം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചതെല്ലാം തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്താണ്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൊടിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നൈസായിട്ടുള്ള പൊടി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തരിച്ചെടുത്തത് അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മുട്ടയുടെ തോടാണ് കേട്ടോ. കാൽഷ്യത്തിൻ്റെ കലവറയാണ് മുട്ടത്തോട്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സി ജാറിലിട്ട് ഇത് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂടുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് ഇതുപോലെ ലൈറ്റായിട്ട് പൊടിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും തരി ഇതിലുള്ളത് കാരണം വീണ്ടും ഒന്നും കൂടി ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുത്ത് അതിൻ്റെ തരിയെല്ലാം അരിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു പല്ലുകളുടെ ആരോഗ്യത്തിന് നമുക്ക് കാൽഷ്യം അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ തോട് അരച്ചിട്ടുള്ള വെള്ളവും അരിച്ചെടുത്താണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് തരിച്ചിട്ടുള്ള ആ മിക്സും കൂടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇനി അടുത്ത് ചേർത്താനായിട്ടുള്ളത് കോൺഫ്ലോർ മാവാണ്. ഞാൻ ഒരു സ്പൂൺ എടുത്ത് കോൺഫ്ലോർ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗവിന് മുകളിലേക്ക് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് അതിനെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്കിനി സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ചൂടാവുന്നവരെ മാത്രമേ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ചൂടായി കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് വേണം അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ടൂത്ത് പേസ്റ്റ് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഒറ്റ തവണ നമ്മൾ പല്ലിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഫ്രഷ് ആവുന്നതും നമുക്ക് പല്ലുവേദന ഇല്ലാതാവുന്നതും മോണവീക്കം ഇങ്ങനത്തെ സകല പ്രശ്നങ്ങളും സോൾവ് ആവുന്നതാണ്. പിന്നെ നമുക്ക് വായ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ്നെസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കടയിൽ നിന്ന് ടൂത്ത് പേസ്റ്റ് വാങ്ങില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരു ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.